ഹലോ ഡിയർ ഫ്രണ്ട്സ്, പീസ്ഫുൾ 60+ന്റെ രണ്ടാമത്തെ ഒരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തില് നമ്മുടെ ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം ഒരു സന്തോഷം നിറഞ്ഞതാകാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചില ഇനിഷ്യേറ്റീവുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, പ്രായമായവർക്ക് വേണ്ടി പല സർവീസുകളും ഇല്ല. നമുക്കറിയാം, അത് ശരിയാണ്. പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും നമുക്കവിടെ ഇവിടെ വിദേശ രാജ്യങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ പല മേഖലകളിലും നമുക്ക് പലതും ഇല്ലെന്ന് തന്നെ പറയാം. ഇവിടെയൊക്കെ ആണെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ ഓൾഡർ പീപ്പിളിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ വാർഡുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വാർഡുകളില്ല. അതുകൂടാതെ ഹോം കെയർ, അങ്ങനെയുള്ള പല ഡെവലപ്മെന്റ്സും ഉണ്ട്. എന്നാലും ഞാൻ ഇന്ന് നിങ്ങളോട് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ഇനിഷ്യേറ്റീവും ലഭിച്ചില്ലേ പോലും, എന്നാലും എന്തെല്ലാം ഇനിഷ്യേറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലെ ചെറിയ മാറ്റങ്ങളിലൂടെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് ഹാപ്പി ആകാനായിട്ട് സാധിക്കും. അതിന്റെ അകത്ത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന 3-4 കാര്യങ്ങള്: മൈ ഫെയ്ത്ത്, മൈ ഫാമിലി, മൈ ഫ്രണ്ട്ഷിപ്പ്, മൈ വർക്ക്. ഈ 4 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൈ ഫെയ്ത്ത്, നമുക്കറിയാം, നമുക്ക് എന്റെയൊക്കെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. കാരണം എന്റെ അനുഭവം ചർച്ച ചെയ്യുന്നതാണ് ഞാൻ ഏത് ബുക്ക് വായിച്ചതിനേക്കാളും നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാകാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വളരെയേറെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീവറാണ്. ഞാനൊരു കാത്തലിക്കാണ്. ഞാൻ എന്റെ ഫെയ്ത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ ഒരു പർപ്പസിന് വേണ്ടിയാണ്. ദൈവം നമുക്കൊരു മിഷൻ നൽകിയിട്ടുണ്ട്. ആ മിഷൻ അക്കംപ്ലിഷ് ചെയ്യാനായിട്ടാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. എന്റെ ഒരു ആത്മീയത എന്ന് പറയുന്നത്, മറ്റ് മതവിശ്വാസികളെയും അവരും ദൈവത്തിന്റെ മക്കളാണ്. അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മുടെ വിശ്വാസം ഒരു ഫെനാറ്റിസിസം, ഒരു വർഗീയതയിലേക്കും മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലേക്കും പോകാതിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരും. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ മുസ്ലിം സഹോദരങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ പരസ്പരം റെസ്പെക്ട് ചെയ്യാനും ദൈവത്തിന്റെ ആ ഒരു ശക്തിയെ നമ്മൾ അംഗീകരിക്കാനും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കോൺഫിഡൻസും ഉണ്ടാകുമെന്ന് സംശയമില്ല. നമ്മുടെ ഓൾഡ് ഏജിൽ എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും ആ ഒരു ദൈവാശ്രയബോധം നമുക്ക് ഒരു ശക്തി തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടാമത് പറയുന്നത് ഫാമിലിയാണ്. നമുക്കറിയാം, നമ്മുടെ ഫാമിലി ലൈഫ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷം അതിലൂടെ ലഭിക്കും. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു ഫാമിലി പെർഫെക്റ്റ് ആയ ഫാമിലീസ് ഇല്ല. കാരണം നമുക്കെല്ലാം കുറവുകളുള്ളവരാണ്. നമ്മൾ 2 വ്യത്യസ്തമായ മെയിലും ഫീമെയിലും 2 രീതിയിൽ സൈക്കോളജിക്കലി ഫോംഡ് ആയിട്ടുള്ള 2 പേര് ഒത്തൊരുമിക്കുമ്പോൾ പല മേഖലകളിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, സോറി പറയേണ്ടതായിട്ട് വരും, താങ്ക് യു പറയേണ്ടതായിട്ട് വരും. എന്നാലും കുടുംബജീവിതം ഒരു പരിധിവരെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളും നമ്മുടെ മക്കളും അതിന്റെ ബെനിഫിഷ്യറീസ് ആയിരിക്കും. നമുക്കറിയാം, നല്ല കുടുംബങ്ങൾ ചേരുന്നതാണ് നല്ല സമൂഹം. നല്ല സമൂഹം ചേരുന്നതാണ് വലിയ കൊച്ചു സമൂഹങ്ങൾ, വലിയ സമൂഹങ്ങൾ, രാജ്യങ്ങളെല്ലാം കുടുംബത്തിന്റെ ക്വാളിറ്റിയാണ്. ഇന്ന് ഇംഗ്ലണ്ടിലൊക്കെ പറ്റിയ ഒരു അപജയം എന്താണെന്ന് പറഞ്ഞാല്, ദൈവത്തെ സമസ്ത മേഖലകളിൽ നിന്നും ചവിട്ടി പുറത്താക്കി അതിന്റെ ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഫാമിലി. അതിന്റെ പേരിൽ ഒത്തിരിയേറെ സോഷ്യൽ ഇഷ്യൂസ് ഇവിടെ നടക്കുന്നുണ്ട്. ഒത്തിരിയേറെ കുഞ്ഞുങ്ങള് കെയറിലേക്ക് പോകുന്നു. മാതാപിതാക്കളുടെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം വെച്ച് സോഷ്യൽ സർവീസസ് ആ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നു. ഏറെക്കുറെ അവര് ഒരു 18 വയസ്സിന് ശേഷം, ട്രാൻസിഷൻ പീരീഡിന് ശേഷം അവര് ഫ്രീ ആകുമ്പോൾ മറ്റ് ഹെൽത്തി ഫാമിലിയിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് പല മേഖലകളിലും മറ്റുള്ളവരോടൊപ്പം എത്താനായിട്ട് സാധിക്കുന്നില്ല. നല്ല ജോലി ലഭിക്കുന്നില്ല. അതുപോലെ മെന്റൽ ഹെൽത്തിന്റെ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ സ്വന്തമായിട്ടൊരു വീട് അവർക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങള്.
ഒരു ഹെൽത്തി ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഫാമിലിയിൽ സാധിക്കുന്നിടത്തോളം 2 പേരൻസും അമ്മയും അപ്പനും ഉള്ളതാണ് ഒരു ഫാമിലി. അതുപോലെ ഇന്ന് പല രീതിയിൽ ഉള്ള ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ഇവിടെ ആരെയും ജഡ്ജ് ചെയ്യാനായിട്ടും സാധിക്കില്ലെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും മെയിലും ഫീമെയിലും ആയിട്ടുള്ള ഒരു ഫാമിലി. അതുപോലെ അവിടെ ജീവൻ ഉടലെടുക്കാനായിട്ട് സാധിക്കണം. കുടുംബത്തില് നമ്മള് കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനം എടുക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. കുഞ്ഞുങ്ങൾ അവർക്ക് തടസ്സമാണ്, ശല്യമാണ്. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ലൈഫ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാമിലിയിൽ കുഞ്ഞുങ്ങൾ വേണം, കുഞ്ഞുങ്ങൾക്ക് എണ്ണം വേണം. അത് ഒക്കെ നമ്മുടെ അഡൾട്ട് ലൈഫിൽ, റിട്ടയർമെന്റ് ലൈഫിൽ ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന 2ാമത്തെ കാര്യമാണ്. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്. നമുക്കറിയാം ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ ഒത്തിരിയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമ്മൾ മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് വേണേൽ ചാറ്റ് ചെയ്യാം, നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോ ഇടുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് റിയൽ ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ വേണം. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നവരുമായിട്ട് നമുക്ക് ബന്ധം വേണം, കുടുംബങ്ങളുമായിട്ട് നമുക്ക് ബന്ധം വേണം, കൊലീഗ്സുമായിട്ട് നമുക്ക് നല്ല ബന്ധം വേണം, സമസ്ത മേഖലകളിൽ നമുക്ക് ബന്ധം വേണം. എനിക്ക് എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ ഫാമിലിയിലുള്ളവർ കൂടാതെ എന്റെ നെയ്ബേഴ്സ്, എന്റെ ഫ്രണ്ട്സ് ആയിരിക്കും എന്നെ സഹായിക്കാനായിട്ടുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്സ് ഒന്നും ആരും നമ്മളെ സഹായിക്കാനായിട്ട് കാണിയില്ല. അന്നേരം റിയൽ ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ 4ാമത് പറയുന്ന കാര്യം നമ്മുടെ ജോലി. നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ജോലി നമ്മൾ വളരെയേറെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ജോലിയിലൂടെയാണ് നമുക്ക് നമ്മുടെ സമ്പത്ത് ലഭിക്കുന്നത്. ആ ജോലിയിലുള്ള കമ്മിറ്റ്മെന്റ്. അതുകൂടാതെ നമ്മൾ റിട്ടയർമെന്റിന് ശേഷമൊക്കെ നമുക്ക് ജോലിയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങൾക്കറിയാം, ഞാൻ റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചാനൽ തുടങ്ങാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഈ കഴിഞ്ഞ 10-18 കൊല്ലം ഈ ദേശത്ത് വരാനും ഇവിടെ പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ ഒത്തിരിയേറെ പേര് നല്ല രീതിയിൽ ട്രെയിനിങ്ങും സൂപ്പർവിഷനും കറക്ഷൻസും ഒക്കെ തന്നതുകൊണ്ടാണ് എനിക്കിവിടെ ഒരു സോഷ്യൽ വർക്കറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അന്നേരം എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങള്, ഈ ട്രെയിനിങ്, ഈ കോമ്പിറ്റൻസി ഒക്കെ എന്റെ മുന്നോട്ടുള്ള കാലങ്ങളിൽ നമ്മുടെ നാട്ടില് അത് നാട്ടിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ സൗജന്യമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അന്നേരം നമ്മുടെ ലൈഫ് എൻറിച്ച്ഡ് ആയിരിക്കും. നമ്മൾ ഒരു റിട്ടയർമെന്റ് ലൈഫിൽ നമുക്കറിയാം, നമുക്ക് റീസണബിൾ ആയിട്ടുള്ള സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ ഒരു സൗജന്യമായിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. അന്നേരമാണ് അത് കൂടുതൽ സമൂഹത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ റീക്യാപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 4 കാര്യങ്ങൾ, 4 പില്ലേഴ്സ്: മൈ ഫെയ്ത്ത്, മൈ ഫാമിലി, മൈ ഫ്രണ്ട്ഷിപ്പ്, മൈ വർക്ക്. ഈ 4 മേഖലകളിലും നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഓൾഡർ ലൈഫ് ബോറിംഗ് ആകുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടയർമെന്റിന് ശേഷവും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതൊരു വെളിച്ചം പകരാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു റിട്ടയർമെന്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ റിട്ടയർ ചെയ്തവരാണ്, നിങ്ങളൊരു സ്കൂൾ ടീച്ചറാണ്, അല്ലെ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. നമുക്കറിയാം, ഇന്ന് പഠനത്തിൽ പിന്നോക്കം പോകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒക്കെ മെഡിക്കൽ ഫീൽഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയൊരു മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ നമുക്ക് കാണാം. താങ്ക് യു.